നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി ബുധനാഴ്ച രാവിലെ 7:25 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഹെലിപാഡിൽ വെച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് വൻ വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ റോഡ് മാർഗമാണ് മോദി ഗുരുവായൂരിലേക്ക് തിരിച്ചത്. ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വധൂവരന്മാരെ ആശീർവദിച്ചതിനും ശേഷം 9:10 ഗുരുവായൂരിൽ നിന്നും അരിയന്നൂരിലേക്ക് തിരിച്ച മോദി 9:25 ഹെലിപാഡിൽ മടങ്ങിയെത്തി. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും കേരള പോലീസിന്റെയും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. രാവിലെ 6 മണി മുതൽ 10 മണി വരെ ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ഗതാഗത നിയന്ത്രണമുണ്ടായി. ഈ വഴി ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിട്ടിരുന്നില്ല. അരിയന്നൂർ മുതൽ ഗുരുവായൂർ വരെയുള്ള ഇടറോഡുകളെല്ലാം പോലീസിന്റെ നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അടച്ചിടുകയായിരുന്നു. തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുന്നംകുളം വഴിയാണ് ഗുരുവായൂരിലേക്ക് കടത്തിവിട്ടത്. പ്രധാനമന്ത്രി തിരിച്ചുപോയ ശേഷം 10 മണിയോടെയാണ് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. കണ്ണനെ കൺകുളിർക്കെ തൊഴുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം നൽകിയാണ് മോദി മടങ്ങിയത്. മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ഒരുക്കിയിരുന്നത്. രാവിലെ 7:30 പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങിയത്. 7:42 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി മുണ്ടും മേൽമുണ്ടും ധരിച്ച് 8 മണിയോടെ ക്ഷേത്രത്തിലെത്തി. നെയ്യും താമരപ്പൂവും സോപാനപ്പടിയിൽ സമർപ്പിച്ച് ഗുരുവായൂരപ്പനെയും ഉപദേവതകളെയും തൊഴുത് 17 മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭഗവത് പ്രസാദം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ദർശനത്തിനുശേഷം ശ്രീവത്സത്തിലെത്തി കുർത്ത ധരിച്ച് 8:34 വീണ്ടും ക്ഷേത്രനടയിലെത്തി. സുരേഷ് ഗോപിയുടെ മകൾക്കും മരുമകനും മോദി പൂമാലയെടുത്ത് നൽകി. വധൂവരന്മാരെ ആശീർവദിച്ച ശേഷം മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി നേരത്തെ വിവാഹം കഴിഞ്ഞ നവദമ്പതികളെയും ആശീർവദിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, പാർവതി, ദിലീപ്, ബിജു മേനോൻ തുടങ്ങി താരങ്ങളോടൊപ്പം അല്പനേരം ചെലവഴിച്ച് 8:51 വീണ്ടും ശ്രീവത്സത്തിലെത്തി 9:10 കാർമാർഗം ഹെലിപാഡിലേക്ക് യാത്രയായി. CCTV ന്യൂസ്, ഗുരുവായൂർ. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ചുരുങ്ങിയ ചെലവിൽ റൂം ലഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസുകൾ ജനകീയ റെസ്റ്റ് ഹൌസുകളാക്കി മാറ്റുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. തൃത്താല PWD റെസ്റ്റ് ഹൌസ് നവീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉത്തരവാദിത്ത ടൂറിസത്തിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും അധികം വൈകാതെ തന്നെ പ്രായോഗിക പ്രവർത്തന നടപടികളിലേക്ക് കടക്കുമെന്നും മന്ത്രി അറിയിച്ചു. നടപ്പാക്കുന്ന അനേകം വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് റെസ്റ്റ് ഹൗസിൻ്റെ നവീകരണം. റോഡുകൾ, ടൂറിസം പദ്ധതികൾ എന്നിവയെല്ലാം കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ധാരാളം തൃത്താലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി കേരളത്തിലെ 10 പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിയപ്പോൾ 2 പഞ്ചായത്ത്, തൃത്താലയും പട്ടിത്തറയും, നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ഉള്ളതാണ് എന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി അധികം വൈകാതെ തന്നെ അത് പ്രായോഗികമായ പ്രവർത്തനങ്ങളിലേക്കും നടപടികളിലേക്കും കടക്കും. തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അനേക വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് റെസ്റ്റ് ഹൌസ് നവീകരണം. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ റോഡുകൾ, ടൂറിസം പദ്ധതികൾ ഉൾപ്പെടെ നിരവധി വികസനങ്ങൾ തൃത്താലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നബാർഡിന്റെ 13 കോടിയിൽ കറുകപ്പുത്തൂർ ഇട്ടോണം റോഡ് അനുവദിച്ചു. മണ്ഡലത്തിൽ പരിതാപകരമായിരുന്ന റോഡുകളിലെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റമാണ് മേലത്തോർ വട്ടോളിക്കാവ് റോഡിൽ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ചന്ദ്രൻ, തൃത്താല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ, വാർഡ് മെമ്പർ A ഗോപിനാഥ്, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ്, മറ്റു ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സഞ്ചാരികൾ കുറെ പേർ 5 സ്റ്റാർ ഹോട്ടൽ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. എന്നാൽ സഞ്ചാരികളിൽ വലിയൊരു ശതമാനവും സാധാരണ മനുഷ്യരാണ്. അവർക്ക് ചുരുങ്ങിയ ചെലവിൽ റൂം ലഭിക്കുക, അതിന്
പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളെ ജനകീയ റെസ്റ്റ് ഹൗസുകളായി, പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റിയാൽ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കൂടുതൽ സഞ്ചാരികൾ വരാൻ ഇടയാകും എന്നൊരു കാഴ്ച. CCTV ന്യൂസ്, തൃത്താല. പുത്തൻപള്ളി പെരുമ്പടപ്പിൽ 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. ചങ്ങരംകുളം പേരോത്തയിൽ റഫീഖിന്റെ ഭാര്യ വന്നേരി സ്വദേശിനി ഹസീനയ്ക്കെതിരെയാണ് കേസ്. പെരുമ്പടപ്പ് പോലീസാണ് കേസെടുത്തത്. ഹസീനയെയും മകൾ 2.5 വയസ്സുകാരി ഇഷ മെഹ്റിനെയും കഴിഞ്ഞ ദിവസം രാവിലെയാണ് വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. രാത്രി ഉറങ്ങാൻ കിടന്ന ഹസീനയെയും മകൾ ഇഷ മെഹ്റിനെയും രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് ഭർത്തൃവീട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇവരെ കണ്ടെത്തിയത്. മുറിയിലും വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല. തിരച്ചിലിനിടെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും ഇരുവരെയും കണ്ടെത്തുന്നത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഇരുവരെയും പുറത്തെടുത്ത് പുത്തൻപുരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇഷ മെഹ്റിൻ മരിച്ചു. ഇഷ മെഹ്റിന്റെ മാതാവ് ഹസീനയെ പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഹസീനയുടെ ഭർത്താവ് റഫീഖ് വിദേശത്താണ്. 5 വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരായത്. അതേസമയം ഹസീന കുഞ്ഞുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നാണ് പ്രാഥമിക വിവരം. ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. ഹസീനയ്ക്കെതിരെ കൊലക്കുറ്റത്തിനും ആത്മഹത്യാ ശ്രമത്തിനും കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. CCTV ന്യൂസ്, തൃത്താല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം, തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ് ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പിണറായി സർക്കാരിന്റെ കാലത്ത് 2018-19 ഇതിന് 5 കോടി രൂപ അനുവദിച്ചത്. ഞാനുള്ളപ്പോഴല്ല, ഫണ്ട് അനുവദിച്ചത് 2018-19 ഞാൻ വരുന്നത് 2021 മെയ്യിലാണ്. 21 വന്നപ്പോ ഇതാകെ താറുമാറായിട്ട് കിടക്കുകയാണ്. പരാതി, ബഹളം, പ്രതിഷേധം. അവസാനം ഇതിനുവേണ്ടി 2 വകുപ്പുകളെ 2018-19 റോഡിനായി സംസ്ഥാന സർക്കാർ 5 കോടി രൂപ അനുവദിച്ചത്. MLA ആയതിനു ശേഷം മാസത്തിലൊന്ന് എന്ന നിലയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ടു പോയത്. 32 അവലോകന യോഗങ്ങളാണ് ഇതിനുവേണ്ടി നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. തകർന്നുകിടന്ന റോഡുകൾ പുനർനിർമ്മിക്കുക, ഗതാഗത യോഗ്യമാക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കുരുക്കുകളഴിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ജംഗ്ഷനുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും വിദേശ രാജ്യങ്ങളിലതുപോലെ ജംഗ്ഷനുകളെ നവീകരിക്കുവാനുമുള്ളൊരു പദ്ധതി ഞങ്ങൾ ആലോചിച്ചു. ജംഗ്ഷനുകൾ വീതി കൂട്ടി ആളുകൾക്ക് നടക്കാനുള്ള പാത, ഇരിക്കാനുള്ള സൗകര്യം, പൂന്തോട്ടം, അങ്ങനെ ജംഗ്ഷൻ കാണുമ്പോൾ തന്നെ ആ നാടിനോടൊരു വല്ലാത്ത സ്നേഹം തോന്നും. അങ്ങനെ ഒരു 20 ജംഗ്ഷൻ കേരളത്തിൽ നവീകരിക്കണം. അതിന് ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്ന പേരിട്ടു. ആ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് ഇവിടുത്തെ MLAയുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഭാഗമായി, ന്യായമായ ആവശ്യത്തിന്റെ ഭാഗമായി നിശ്ചയിക്കുകയും ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ 20. CCTV ന്യൂസ്, തൃത്താല. തദ്ദേശ സ്ഥാപനങ്ങളെ തകർന്ന നയങ്ങളായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA MA കരീം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെയാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ CA MA കരീം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടുകളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു.
അതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഇന്ന് ആ പ്രദേശത്തുള്ള ആ സ്ഥാപനത്തിലെ മെമ്പർമാരുടെ പരിപാടി ഇതുപോലെയുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ഈ സർക്കാരിൻ്റെ ഈ തെറ്റായ നയത്തിനെതിരായി അവരെ ഉണർത്തുവാനും അവർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ജനങ്ങളോട് ബാധ്യതയും ഉത്തരവാദിത്വമുള്ളവരാണ് ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ. അവർ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതിൻ്റേതായ വിഷമം അവർക്കും അവർ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാൻ ഒരു മെമ്പർക്കും കഴിയില്ല എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും ട്രഷറിന് അടച്ചിടൽ വേറെ, അതിൻ്റെ നിരോധനം കണ്ട് ഉള്ളതും ലഭിക്കാത്ത അവസ്ഥ. എന്നാൽ ഇത് ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ ദൂരത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് യാതൊരു കുറവുമില്ല. അവിടെ നമ്മൾ സാമ്പത്തികമായ പ്രയാസങ്ങളും കാണുന്നില്ല. അപ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്ന തെറ്റായ നയത്തിൽ നിന്നും തടസ്സമില്ലാതെ ന്യായമായി നടക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ തടയിട്ടുകൊണ്ട് ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ പ്രയാസത്തിൽപ്പെടുത്തുന്ന ഇതേ നയം ഗവൺമെൻറ് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. തദ്ദേശ സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം 24-ന് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സി എ റാസി അധ്യക്ഷനായിരുന്നു. സി എ സാജിദ് മുഖ്യപ്രഭാഷണം നടത്തി. കെ ബഷീർ, മുനീറ ഉനൈസ്, സേദലി വടക്കേതിൽ, പ്രമീള ചോലയിൽ, മുസ്തഫ പറമ്പിൽ, ലബീബ യൂസഫ്, ടി പി ഉസ്മാൻ, ഒ പി അബ്ദുൽ ലത്തീഫ്, കെ പി സക്കീർ, പി മുഹമ്മദ് കുട്ടി, പി ഷാഹുൽ ഹമീദ്, അനസ് കൊടലൂർ, ഇ ടി റഷീദ്, ഒ പി ഷുക്കൂർ, എം കെ അബ്ദുറഹ്മാൻ, ഷെഫീഖ് പരുവക്കടവ്, ഫാസിൽ നമ്പ്രം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വ്യാജരേഖ ചമച്ച് ബാങ്ക് ലോൺ നേടി അധികാര ദുർവിനിയോഗം നടത്തിയ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് രാജിവെക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വല്ലപ്പുഴയിൽ UDF-ന്റെ പ്രതിഷേധ ധർണ നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ നടത്തിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ ജനവിരുദ്ധ നയങ്ങളിൽ ആരോപിച്ചും വികസന കാര്യത്തിലെ രാഷ്ട്രീയ വിവേചനത്തിനെതിരെയുമെല്ലാമാണ് വല്ലപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF-ന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ധർണ ഉദ്ഘാടനം ചെയ്തു. വ്യാജരേഖയുണ്ടാക്കി ലോൺ നേടിയെടുത്ത വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ ആധാരം കരിവണ്ണൂർ ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി. ആ ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച സർട്ടിഫിക്കറ്റ് എന്താണ്? അത് വ്യാജമാണ്. വ്യാജമെന്ന് പറയുമ്പോൾ അഴിമതിയാണ്. അഴിമതി നടത്തിയ ഒരു പെണ്ണിനോട് ഇരിക്കാൻ പാടുണ്ടോ? സത്യപ്രതിജ്ഞ ലംഘനമാണ്. പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ചെയ്താൽ പിന്നെ എന്ത് ധാർമ്മികതയുണ്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്ന് CPM പറയണം, ഇടതുപക്ഷം പറയണം, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം. അതുകൊണ്ട് ഞാൻ UDF-ന്റെ പ്രിയപ്പെട്ട നേതാക്കളോട് പറയാനുള്ളത്, ഒരു പക്ഷേ ഇതൊക്കെ ഒരു ഗാന്ധിയൻ മാർഗ സമരമാണ് ധർണ. ഇതൊന്നും മതിയാകില്ല. ഇതിനകത്തേക്ക് കയറിയിട്ടുള്ള സമര പരിപാടികൾക്ക് യുവജന സംഘടനകൾ പോലും നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക്. യോഗങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് 48 മണിക്കൂറിൽ പഞ്ചായത്ത് നിയമമാണ്. എപ്പോ യോഗം ചേർന്ന് വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള യോഗം ചേർന്ന് 48 മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സ് ബുക്ക് ക്ലോസ് ചെയ്ത് അതിന്റെ വിവരങ്ങൾ മെമ്പർമാർക്ക് കൈമാറണം. അതാണ് നിയമം. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ 6 യോഗങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് ക്ലോസ് ചെയ്യാതെ മെമ്പർമാർക്ക് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുന്നത് എന്നതിന് കൂടി മറുപടി പറയാൻ ഇടതുപക്ഷം തയ്യാറാകണം. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ സലാം മേലത്തലക്കൽ അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ സെയ്ദ് കോടനാട്, നേതാക്കളായ അഡ്വക്കേറ്റ് രാമദാസ്, അഡ്വക്കേറ്റ് A ജമാൽ, ദാവൂദ് കളത്തിൽ, MT കുഞ്ഞുമുഹമ്മദ്, നാസർ ചുരക്കോട്, അബ്ദുൽ ഹാജി കോമഞ്ചേരി, ഫാറൂഖ്, ഹക്കീം ചുരക്കോട്, മൻസൂർ ചുരക്കോട്, സദക്ക കല്ലിങ്ങൽ, TP യൂസഫ് ഹാജി, റഫീഖ് വല്ലപ്പുഴ, KPA സിദ്ദീഖ്, റബാഹ് പാറക്കൽ, CK സിദ്ദീഖ്, ബിന്ദു സന്തോഷ്, P അബ്ദുൽ ഖാദർ, CT യൂസഫ്, നസീർ അലിക്കൽ, യാസിൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓങ്ങല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രഥമ സംരംഭമായ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. തറക്കല്ലിടൽ നടന്നു. ഓങ്ങല്ലൂർ ആസ്ഥാനമായി ആരംഭിച്ചിട്ടുള്ള പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദ്യ സംരംഭമായ ഡയാലിസിസ് സെന്ററിനാണ് തുടക്കം കുറിക്കുന്നത്. ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് തുടക്കമായി. പൂക്കുപ്പടി അൽഹുദ സ്കൂളിന് സമീപം പീസ് ഹോം മാനേജിംഗ് ട്രസ്റ്റിയും മലബാർ TMT മാനേജിംഗ് ഡയറക്ടറുമായ KP ഉമ്മർ ഹാജി സൗജന്യമായി നൽകിയ 2 ഏക്കർ സ്ഥലത്താണ് ഡയാലിസിസ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം അണ്ടലാടിമന കിരാതമൂർത്തിയുടെ സാന്നിധ്യത്തിൽ പ്രമുഖ പണ്ഡിതൻ സമസ്ത മുശവറ അംഗം ആതിർശ്ശേരി അംസക്കുട്ടി മുസ്ലിയ നിർവഹിച്ചു. രാഷ്ട്രീയ, മത, സാംസ്കാരിക, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
തുടർന്ന് നടന്ന പൊതുയോഗവും ആദുശ്ശേരി അംസക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതിരോധ പട്ടാളം ഇതിനെ റിജക്ട് ചെയ്യും, തള്ളിക്കളയും. തള്ളാതിരിക്കാൻ മരണം വരെയും സൈക്ലോഫോറിൽ കുടിക്കണം. എന്തിനാണ് ഈ സെൽസുകളെ തള്ളുന്ന റിജക്ട് ചെയ്യുന്ന ഈ സെൽസുകളെ കൊല്ലാനായിട്ട് അവരുടെ ആ പട്ടാളത്തെ, നമ്മുടെ ശരീരത്തിലുള്ള പട്ടാളത്തെ അടക്കി നിർത്താൻ, അവരെ കൊന്നൊടുക്കാൻ, എന്നിട്ട് ഏതാനും സെല്ലുകൾ മാത്രം ജീവിക്കാൻ ആവശ്യമായ സെല്ലുകൾ എങ്കിലേ പുറത്തു നിന്നുവന്ന ഒരു കിഡ്നിയെയോ അല്ലെങ്കിൽ മറ്റൊരു ബ്ലഡിനെയോ റിജക്ട് ചെയ്യാതിരിക്കും. അതിനാണ് സൈക്ലോഫോറിൻ കൊടുക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ ഒരു സഹോദരനെ രക്ഷിക്കാൻ, നമ്മുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുവാൻ താല്പര്യം കാണിച്ച ഇതിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ഉമ്മർ ഹാജി അവർക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഇതുപോലെ നമ്മുടെ നാട്ടിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ പല വ്യക്തിത്വങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർക്ക് അത് നല്ല രീതിയിൽ തുടർന്നു പോകുമെന്ന ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. തുടക്കത്തിൽ 10 ഡയാലിസിസ് മെഷീനുകളോടെ ദിവസവും 30 പേർക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള സൗകര്യമാണ് ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ പ്രസിഡന്റ് ഉബൈദ് അൻവരി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അംസ സാഹിബ് പ്രസിനെ പരിചയപ്പെടുത്തി. ട്രസ്റ്റ് ഫൗണ്ടർ KP ഉമ്മർ ഹാജി ലോഗോ പ്രകാശനം നിർവഹിച്ചു. വി അബ്ദുള്ളക്കുട്ടി, KM അബു ഹാജി, P ഷാനവാസ് ഹാജി, വി ആലിക്കുട്ടി ഹാജി, മുൻ MLA CP മുഹമ്മദ്, NP വിനയകുമാർ, CA കരീം, VP ചന്ദ്രൻ, KR നാരായണസ്വാമി, TP ഷാജി, TP രജീഷ്, KH അബ്ദുൽ ഗഫൂർ, ഡോക്ടർ വേണുഗോപാൽ, ദിവ്യ ദിവാകരൻ, രാജേഷ് അബൂബക്കർ, രേഖ രാമകൃഷ്ണൻ, ബാബു കുടുംബിനി, ഹസീന, KP കമാൽ, മുനീർ ഹുദ്വി, അബ്ദുൽ നാസർ കൊടക്കാടത്ത്, റിയാസ് മുക്കോളി, VK ചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തളി വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. മൂത്തടികൾ ശ്രീ ശങ്കരനാരായണൻ അടികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ നട തുറന്നതിനു ശേഷം മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഭദ്രകാളി മാഹാത്മ്യം, നാരായണീയ പാരായണം, രാവിലെയും ഉച്ചയ്ക്കും അന്നദാനം, സന്ധ്യയ്ക്ക് കേളി, നാമജപം, വാദ്യാഘോഷത്തോടെയുള്ള താലപ്പൊലി, വിശേഷാൽ കളംപാട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പട്ടാമ്പിയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മുൻകാല നേതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. 20-ന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായാണ് ഉശിര് എന്ന പേരിൽ സംഗമം ഒരുക്കിയത്. ജനുവരി 25-ന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉശിര് എന്ന പേരിൽ മുൻകാല നേതാക്കളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി P ഉണ്ണി സംഗമം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ കമ്മിറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ആ സംഭവം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം വളരെ വലുതായിരുന്നു. അപ്പൊ അങ്ങനെ അവസ്ഥയിൽ ഇടതുപക്ഷ പ്രസ്ഥാനമായ CPM-നെ തകർക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും എതിരാളികൾ നടത്തിയിരുന്നു. അതിനെ നേരിടേണ്ട ഘട്ടങ്ങളും ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെല്ലാം കൂടി എന്താ പറയുക, വളരെ സംഘർഷങ്ങളും സംഘടനകളും എല്ലാമുള്ള ഒരു കാലഘട്ടമാണ് പുതിയ പട്ടാമ്പിയുടെ ഓർമ്മ വരിക. അത് ഞാൻ കായികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയമായും തന്നെ എനിക്ക് ഏറ്റവും അധികം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ കളരി എന്ന് പറയാവുന്നത് ഈ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി രംഗം K ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് MN സുദീപ് അധ്യക്ഷനായിരുന്നു. TK നാരായണദാസ്, NP വിനയകുമാർ, T ഗോപാലകൃഷ്ണൻ, TV ഗിരീഷ്,
PV ജതീഷ്, AN നീരജ്, PR രജീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.